ഹലോ നീറ്റ് ആസ്പിറൻസ്. എടാ, ഞാൻ ഈ വീഡിയോയുമായിട്ട് നിങ്ങളെ മുന്നിലേക്ക് വരാൻ കാരണം നമ്മുടെ നീറ്റ് എക്സാമിനോട് അടുക്കുന്ന സമയത്ത് പല കുട്ടികളും ഒരു മിസ്റ്റേക്സ് കാണിക്കാറുണ്ട്. ആ മിസ്റ്റേക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബയോളജി സബ്ജക്റ്റ് അവര് അവസാന മാസത്തിലേക്ക് മാറ്റി വെക്കാറുണ്ട്, അല്ലെങ്കിൽ അവസാന ദിവസങ്ങളിലേക്ക് മാറ്റി വെക്കാറുണ്ട്, എളുപ്പമല്ലേ പഠിക്കാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷെ നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നീറ്റ് എക്സാമിനേഷന് നമുക്കറിയാം അല്ലെ, ഇനിയിപ്പോ നീറ്റ് 2026 ആയാലും അല്ലെ, മാർക്കിൽ വ്യത്യാസമുണ്ടോ? 720 മാർക്കിലല്ലേ നമ്മൾ എക്സാം നടക്കുന്നത്. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം 3 സബ്ജക്റ്റും ഒരുപോലെ നമുക്ക് പഠിക്കാൻ പറ്റണം. ഇനിയുള്ള ദിവസം നമുക്ക് 3 സബ്ജക്റ്റും ഒരുപോലെ പഠിക്കാൻ പറ്റണം. ഇനിയിപ്പോ ബോർഡ് എക്സാമിനേഷൻ എഴുതിക്കൊണ്ടിരിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ബോർഡ് എക്സാമിനേഷൻ കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ഒരുപോലെ നമുക്ക് പഠിക്കാൻ പറ്റണം. അവിടെ നിങ്ങൾ ടൈം ടേബിൾ തീർന്നിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല. 3 സബ്ജക്റ്റ് ഇനിയിപ്പം നമുക്ക് ഒരു ദിവസം 3 മണിക്കൂറേ നമുക്ക് ചില ദിവസങ്ങളിൽ പഠിക്കാൻ കിട്ടുന്നുള്ളൂ. അതിന് നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്യണം. 1 മണിക്കൂർ ഫിസിക്സും 1 മണിക്കൂർ കെമിസ്ട്രിയും 1 മണിക്കൂർ ബയോളജിയുമായിട്ട് നമ്മൾ അതിനെ സ്പ്ലിറ്റ് ചെയ്യേണ്ടി വരും. സോ നമുക്കറിയാം 720 ഫിസിക്സ് 180യും കെമിസ്ട്രി 180യും ബയോളജി 360 ആണ്. നമുക്ക് എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റിയ സബ്ജക്റ്റ് തന്നെയാണ് ബയോളജി. എങ്കിലും 360 മാർക്കല്ലേ. എല്ലാവരും ഒരുപാട് ക്വസ്റ്റ്യൻസ് ശരിയാക്കുന്ന സബ്ജക്റ്റ് ബയോളജി ആണെങ്കിൽ പോലും എല്ലാവരും ശരിയാക്കുന്നത് നമ്മൾ തെറ്റിച്ചു കഴിഞ്ഞാലോ നമ്മൾ റാങ്ക് പിറകിലോട്ട് പോവില്ലേ. സോ ഈ 3 സബ്ജക്റ്റും ഒരുപോലെ നമുക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റണം കേട്ടോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മൾ വിചാരിച്ച ഒരു സ്കോറിലേക്ക് നമ്മൾ എത്തുള്ളൂ. ഒരിക്കലും ബയോളജി സബ്ജക്റ്റ് നിങ്ങൾ അവസാനത്തേക്ക് മാറ്റി വെക്കരുത്. അവിടെ 360 മാർക്ക് എന്ന് പറയുമ്പം നമ്മുടെ നീറ്റ് എക്സാമിന്റെ 50% മാർക്കും ബയോളജി എന്നാണ്. ഇവിടെ ശ്രദ്ധിക്കാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങൾ പഴയ NCERT നിങ്ങൾ ഫോളോ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ പുതിയ NCERT നിങ്ങൾ നോക്കിയേ പറ്റുള്ളൂ. കാരണം ചില ചേഞ്ചസ് ഒക്കെ ചില ചാപ്റ്റേഴ്സിൽ ചില വേർഡ്സുകൾ വ്യത്യാസമുണ്ട്. ഓക്കെ അതായത് മുന്നേ തെറ്റിയ ഒരുപാട് കാര്യങ്ങൾ ശരിയാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഏതൊക്കെ ചാപ്റ്റേഴ്സിലാണ് നിങ്ങൾ അറിയണം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ എക്സ്ക്രീഷനില് നമ്മുടെ യൂറിൻ ഫോർമേഷന്റെ അവിടെ ആ ഡയഗ്രത്തില് K+ന്റെ സെക്രീഷൻ ആണ് DCT നടക്കുക. പക്ഷെ K+ന്റെ റീഅബ്സോർപ്ഷൻ ആണ് PCT. അത് മുന്നേ തിയറിയിൽ കൊടുത്ത തെറ്റായിരുന്നു. ഇപ്പൊ ആ ഒരു K+ ഒരൊറ്റ വേർഡ് അവിടുന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി അതേപോലെ സമ്മറി നിങ്ങൾ വായിക്കാറുണ്ടോ? ഇൻട്രൊഡക്ഷനും സമ്മറിയും ഒക്കെ നിങ്ങൾ കോൺസെൻട്രേഷൻ നിങ്ങൾ അത് കൊടുത്തേ പറ്റുള്ളൂ. സോ ഇനിയുള്ള സമയത്ത് നിങ്ങൾ തിയറി പഠിക്കുന്നതിന്റെ കൂടെ നിങ്ങൾ മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് മാത്സ് ഫോളോയിങ് ക്വസ്റ്റ്യന്, പിന്നെ സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് പഠിക്കണം, അസേർഷൻ റീസണിങ് നിങ്ങൾ ചെയ്ത് പഠിക്കണം, അതുപോലെ കറക്റ്റ് ആൻഡ് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. സോ ഈ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ എന്റെ മക്കൾ എന്ത് ചെയ്യണം? ചെയ്തു പഠിക്കണം. അതിന്റെ കൂടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട തിയറി ഭാഗത്ത് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ വായിക്കാതിരിക്കരുതടാ. ഇൻട്രൊഡക്ഷനും അതിന്റെ സമ്മറിയും അല്ലെ. ഇൻട്രൊഡക്ഷന്റെ സമയത്ത് അതിന് ജസ്റ്റ് ബിഫോർ നിങ്ങൾക്ക് ഒരുപാട് ഓരോ യൂണിറ്റിന്റെ തുടക്കത്തില് ഒരുപാട് സയന്റിസ്റ്റിന്റെ പേരുകൾ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും. സോ അതൊക്കെ എന്റെ മക്കള് വായിച്ച് മനസ്സിലാക്കണം. അവിടെ നിന്നൊക്കെ മുന്നത്തെ എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. നമ്മൾ മുന്നത്തെ കേരള എക്സാംസിനൊക്കെ സ്ഥിരമായിട്ട് ഈ ഏരിയ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ടായിരുന്നു. അത് നമ്മളിപ്പോ നീറ്റ് എക്സാമിനും അത് കണ്ടു തുടങ്ങുന്നുണ്ട്. സോ ഇൻട്രൊഡക്ഷനും സമ്മറിയും. കാരണം തിയറി കോണ്ടന്റ്, അതായത് തിയറി ഭാഗത്തില്ലാത്ത ചില കാര്യങ്ങൾ സമ്മറിയിൽ അവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനി സമ്മറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സസൈസ് കാണുന്നില്ലേ, അതിലും ചില അഡീഷണൽ വേർഡ്സ് കാണാൻ പറ്റും. നിങ്ങൾക്ക് അവിടെ ചില അഡീഷണൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതൊക്കെ നമ്മളെ നീറ്റ് എക്സാമിനേഷന് ക്വസ്റ്റ്യൻ രൂപത്തിൽ ചോദിക്കാം. അതേപോലെ നമ്മുടെ ബയോളജിയിൽ നിങ്ങൾ ഒരു QR കോഡ് കണ്ടിട്ടുണ്ടോ? അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ പല ചാപ്റ്ററിലും QR കോഡ് നിങ്ങൾക്ക് +1 ബയോളജി ടെക്സ്റ്റ് ബുക്കിലൊക്കെ QR കോഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് സ്കാനർ വെച്ച് നിങ്ങൾ സ്കാൻ ചെയ്ത് നോക്കൂ. നിങ്ങൾ MCQസിലേക്കാണ് നിങ്ങൾ ഇപ്പോൾ ഓരോ ചാപ്റ്ററിൽ 30 to 40 MCQs നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. സോ സമയം കിട്ടുകയാണെങ്കിൽ ആ QR കോഡ് ഒക്കെ സ്കാൻ ചെയ്തിട്ട് അതിലുള്ള ക്വസ്റ്റ്യൻസും എന്റെ മക്കള് പ്രാക്ടീസ് ചെയ്യാനും വേണ്ടിയിട്ട് ശ്രമിക്കണം കേട്ടോ. സോ ഞാൻ സ്ഥിരമായിട്ട് പറയുന്നത് പോലെ തന്നെയാണ്, ഈ 2 കാര്യങ്ങൾ ഉണ്ടെങ്കിലേ നിങ്ങളെ സ്വപ്നത്തിലേക്ക് നിങ്ങൾ എത്തുള്ളൂ കേട്ടോ. അപ്പം നമ്മൾ എത്രത്തോളം പഠിച്ചു, അതായത് ബയോളജി കംപ്ലീറ്റ് ചാപ്റ്റർ നമുക്ക് അറിയാമെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഒരിക്കലും ഇല്ല. അത് നമുക്ക് എന്ത് ചെയ്യണം? ഡെയിലി നമുക്ക് റിവൈസ് ചെയ്യാൻ പറ്റണം. റിപ്പീറ്റഡ് റിവിഷൻ നമുക്ക് പോസിബിൾ ആവണം അല്ലെ. 4ാമത്തെ ചാപ്റ്റർ ഞാൻ ഇന്ന് ബയോളജി പഠിക്കുകയാണെങ്കിൽ 3 ചാപ്റ്റർ ഞാൻ ആദ്യം ഒരു 10 മിനിറ്റ് മറച്ചു നോക്കണം. എന്നിട്ടായിരിക്കണം 4ാമത്തെ ചാപ്റ്റർ ഞാൻ പഠിക്കേണ്ടത്. അതാണ് റിവിഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ആയിരിക്കണം നമ്മൾ റിവിഷൻ സീരീസ് നമ്മൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ടത്. അതുപോലെ ഇനി അങ്ങോട്ടേക്കുള്ള ദിവസം നമുക്കറിയാം. ഞാൻ ദിവസത്തിന്റെ എണ്ണം പറഞ്ഞ് നിങ്ങൾ ടെൻഷൻ അടുപ്പിക്കുകയല്ല. ദിവസം കുറവാണ്. എന്നിരുന്നാലും നമ്മൾ ഒരു കൺസിസ്റ്റൻസി കൊടുത്താൽ മതി. നമുക്ക് എത്രയും ഹവേഴ്സ് നമുക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, ഓരോ 45 മിനിറ്റ് പഠിക്കുമ്പോഴും അല്ലെങ്കിൽ 30 മിനിറ്റ് പഠിക്കുമ്പോഴും ഒരു 5-10 മിനിറ്റ് റെസ്റ്റ് കൊടുക്കുക. നേരെ തിരിച്ചാവരുത് കേട്ടോ. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇനി ഏതൊക്കെയാണ് ചാപ്റ്റർ വെയിറ്റേജ് പല കുട്ടികളും ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ സ്പെസിഫിക് ആയിട്ട് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് +1 ടോപ്പിക്സിൻ്റെത്.
ലിവിംഗ് വേൾഡ് ഒക്കെ പറയുകയാണെങ്കിൽ നമുക്ക് ചില നീറ്റ് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കാറില്ല. ഇനി ചോദിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ആണ് അവിടെ നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്നത് കേട്ടോ. അതുപോലെ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ 2 രണ്ട് ക്വസ്റ്റ്യൻ ആണ് ചോദിക്കല്. ലാസ്റ്റ് 3 ഇയേഴ്സിന്റെ ആവറേജ് ആണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ അതുപോലെ പ്ലാൻ കിങ്ഡം, മോർഫോളജി ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. നിങ്ങളിത് എഴുതിയെടുത്താൽ മതി കേട്ടോ. സ്ക്രീൻഷോട്ട് അടിച്ചാലും മതി. ഓക്കെ, നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇത് നോട്ട് ചെയ്തിട്ട് വേണം എത്ര നമ്പർ ഓഫ് MCQs ആണ് ഞാൻ അതിൽ നിന്ന് റിവൈസ് ചെയ്യേണ്ടത്, പഠിക്കേണ്ടത് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ +2 അതുപോലെ സുവോളജി, ആനിമൽ കിങ്ഡം നമുക്കറിയാം. നിങ്ങൾ നോക്കിക്കുക, 4 ക്വസ്റ്റ്യൻ ആണ് എക്സ്പെക്ടഡ്, 5 എഴുതിയിട്ടുണ്ട്. സോ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളതായിരിക്കണം എൻ്റെ മക്കൾ ആദ്യം പഠിക്കേണ്ടത്. അല്ലെ, നിങ്ങൾക്ക് 3 ക്വസ്റ്റ്യന് മുകളിലുള്ളതൊക്കെ വെയിറ്റേജ് കൂടിയത് തന്നെയാണ്. നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കേ, സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ 4. അപ്പൊ അത് നിർബന്ധമായിട്ട് നമ്മൾ തുടക്കത്തിൽ നമ്മളെ റിവിഷന്റെ ഭാഗത്ത് നമ്മൾ അത് ഇൻക്ലൂഡ് ചെയ്യണം. അതേപോലെ ആനിമൽ കിങ്ഡം നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ട് അല്ലേ. ബാക്കിയൊക്കെ 2 to 3 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എക്സ്പെക്ടഡ്. ഇനി +2 ടോപ്പിക്സിലേക്ക് പോവാണെങ്കിൽ നമ്മൾ ആദ്യം പഠിക്കേണ്ടത് ജെനറ്റിക്സ് തന്നെയല്ലേടാ. നിങ്ങൾ നോക്കൂ, ജെനറ്റിക്സ് 1 അതുപോലെ ജെനറ്റിക്സ് 2, ഈ 2 ചാപ്റ്റർ പഠിച്ചാൽ തന്നെ 10-11 ക്വസ്റ്റ്യൻ നമുക്ക് അവിടുന്ന് ചോദിക്കുന്നുണ്ട്. അതുപോലെ ബയോടെക്നോളജി, 2 ബയോടെക്നോളജി അല്ലേ, വളരെ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റിയ ചാപ്റ്റർ അല്ലേ, രണ്ടാമത് അല്ലേ ബയോടെക്നോളജി ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ, ബയോടെക്നോളജി 2 ഒക്കെ 3 ക്വസ്റ്റ്യൻ ആദ്യം ചോദിക്കാം. സോ 2 കൂടി പഠിച്ചാൽ 7 ക്വസ്റ്റ്യൻ ആയില്ലേ. സോ നിങ്ങൾ നോക്കിക്കേ, ഒരു 4-5 ചാപ്റ്റർ പഠിച്ചാൽ തന്നെ +2 പഠിച്ചാൽ തന്നെ നമുക്ക് ഏകദേശം ഒരു 20 ക്വസ്റ്റ്യൻ എടുത്ത് നമുക്ക് കിട്ടുക. ഹ്യൂമൻ റീപ്രൊഡക്ഷൻ ഏകദേശം 4 ക്വസ്റ്റ്യൻ സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട് അല്ലെ, 3-ന് മുകളിൽ എന്തായാലും അതിൽ നിന്ന് ചോദിക്കാറുണ്ട്. സോ ഇതാണ് ചാപ്റ്ററിന്റെ വെയിറ്റേജ് നമുക്ക് പറയാനുള്ളത്. സോ നമുക്ക് ഫൈനലൈസ് ചെയ്യുകയാണെങ്കിൽ ബയോളജി യൂണിറ്റ് വൈസ് വെയിറ്റേജ് നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ട്. അപ്പൊ ഏത് യൂണിറ്റിനാണ് നമ്മളെ ക്ലാസ് 11ൽ ഏറ്റവും കൂടുതലുള്ളത്? ഹ്യൂമൻ ഫിസിയോളജി. അത് 18% എഴുതാൻ കാരണം എന്താണ് അല്ലെ? അപ്പം ഈ 18% വരാൻ കാരണം അത് 6 ചാപ്റ്റർ ഉള്ളത് കൊണ്ടാന്നുള്ള കാര്യം എന്റെ മക്കൾ മനസ്സിലാക്കണം. അവിടെ 6 ചാപ്റ്റേഴ്സ് ഹ്യൂമൻ ഫിസിയോളജിയിലുണ്ട്. മറ്റുള്ളതിലൊക്കെ അല്ലെ അത്ര ചാപ്റ്റേഴ്സ് ഉണ്ടോ? ഇല്ല. അത്ര ചാപ്റ്റേഴ്സ് ഇല്ലാഞ്ഞിട്ട് പോലും ഫസ്റ്റ് ദ ഡൈവേഴ്സിറ്റി ഓഫ് ലിവിംഗ് ഓർഗാനിസം 11% എന്ന് പറയുമ്പോൾ ഇതിൽ നിന്നല്ലേ കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് അല്ലേ. ഇത് ചാപ്റ്റേഴ്സിന്റെ എണ്ണം കൂടിയത് കൊണ്ടാണ് വെയിറ്റേജ് കൂടിയത്. 2 ക്വസ്റ്റ്യൻ ആണ് ഓരോ ഫിസിയോളജിന്ന്. ചില ഫിസിയോളജിന്ന് 1 ക്വസ്റ്റ്യൻ ആണ് ഇപ്പൊ നിലവിൽ ചോദിക്കല്. പണ്ടൊക്കെ 200 ചോദ്യമുള്ള സമയത്ത് സെക്ഷൻ ബി ഉണ്ടായിരുന്നു അല്ലെ. ആ സമയത്ത് നമ്മൾ ആവറേജ് എടുക്കുമ്പോൾ കൂടിപ്പോയതാണ്. ഓക്കെ, സോ ഇവിടെ ആനിമൽ കിങ്ഡം ഒക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അത് കഴിഞ്ഞാൽ 6 ഫിസിയോളജി ചാപ്റ്റേഴ്സ് അല്ലേ, അതുകൊണ്ടാണ് അതിൽ വെയിറ്റേജ് കൂടാൻ കാരണം കേട്ടോ. ഇനി അതുപോലെ യൂണിറ്റ് വൈസ് വെയിറ്റേജ് ക്ലാസ് 12ന്റെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ജെനറ്റിക്സ് ആൻഡ് എവല്യൂഷൻ തന്നെയാണ് അല്ലെ. ദാറ്റ് ഈസ് 19% ആണ്. സോ ഇതായിരിക്കണം, ഈ യൂണിറ്റ് ആയിരിക്കണം എന്റെ മക്കൾ ആദ്യം റിവൈസ് ചെയ്യേണ്ടത്. ഈ യൂണിറ്റ് ആണ് നിങ്ങൾ +2 ആദ്യം റിവൈസ് ചെയ്യേണ്ടത്. പിന്നെ ബോട്ടണി ടോപ്പിക്സിലേക്കാണ്, ബയോടെക് ആയിരിക്കും രണ്ടാമത്. സോ നിങ്ങൾ +2 ആദ്യം റിവിഷൻ നടത്തേണ്ടത് ജെനറ്റിക്സ് ആൻഡ് എവല്യൂഷനും അതുപോലെ ബയോടെക്നോളജി ആൻഡ് ഇറ്റ്സ് അപ്ലിക്കേഷൻ ആണ് കേട്ടോ. ഇതിൽ നിങ്ങൾ ഡൈവേഴ്സിറ്റി ആദ്യം നിങ്ങൾ റിവൈസ് ചെയ്തോളൂ, അതിനുശേഷം ഹ്യൂമൻ ഫിസിയോളജിയിലേക്ക് ചെന്നാൽ മതി. ഓക്കെ അല്ലടാ. ഇത്രയുമാണ് ബയോളജിന്റെ ഓവറോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഇനി അങ്ങോട്ടേക്ക് നീറ്റ് സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഏതെങ്കിലും സബ്ജക്റ്റിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക കേട്ടോ. നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഇത് എത്തിക്കണം. സോ നമുക്ക് അടുത്ത സെഷനിൽ കാണാം മക്കൾസ്. ഓക്കെ, ബൈ.